ഹരിശ്രീ ഗണപതയേ നമ. വിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പൂരുരുട്ടാതി നക്ഷത്രമാണ് പറയുന്നത്. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ അകലൊരു ചിത്രമുണ്ടാകും. അത് തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നൊരു വിഭാഗം എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് കൃത്യനിഷ്ഠ പുലർത്തുന്നത് നന്നായിരിക്കും ഈ വർഷം. സന്ദർഭത്തിനനുസരിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നല്ല കഴിവുള്ളവരാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. ഈ ഒരു ശീലം അല്ലെങ്കിൽ ഇതൊന്ന് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് കരുതലോടെ ആവണം. അതായത് ഭാരിച്ച കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് കരുതലോടെ വേണം, അല്ലെങ്കിൽ പണി കിട്ടും. ഈ വർഷം എന്തുകൊണ്ടും നല്ലതാണ് നിങ്ങൾക്ക്. എന്നാൽ ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ മനസ്സ് പതറാതെ നോക്കുക. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വർഷം. അതുകൊണ്ട് തന്നെ ചിലവ് മിതപ്പെടുത്തുക. അലസത ചില ആൾക്കാർക്കെങ്കിലും ഉണ്ട്, അതൊന്ന് മാറ്റിയെടുക്കുക. ഈ നാളുകാർക്ക് തെറ്റിദ്ധാരണ മൂലം അടുത്ത ബന്ധുക്കളുമായി വഴക്കിടാതിരിക്കുക, കലഹിക്കാതിരിക്കുക. അതായത് നമ്മളിപ്പം ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ കൊണ്ടോ ഒക്കെ നമ്മളുടെ മനസ്സിൽ ചിലപ്പോൾ നീരസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അടുത്ത ബന്ധുക്കളുമായി കലഹിക്കാൻ സാധ്യത കാണുന്നു. അത് വേണ്ട, കലഹിക്കാതിരിക്കുക. എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ, നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നൊരു ശീലം നിങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ട്. അതൊന്ന് മാറ്റിയെടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഏതുതരം പ്രവർത്തനങ്ങളായാലും അതിലൊക്കെ ഏർപ്പെട്ടാലും അതിലൊക്കെ വരും വരായികളെ പറ്റി നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. വരും വരായികളെക്കുറിച്ച് നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം അത് ചെയ്യുക. അതുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, ആത്മനിയന്ത്രണം പാലിക്കുക. നിയന്ത്രണമില്ലാത്ത കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. ആത്മനിയന്ത്രണം പാലിക്കുക. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.